വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് സോളിഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഫ്രൈഡേ മാത്രമാണ്. അതിനു മുൻപ് ക്ലോസ് ചെയ്തിട്ടില്ല. സോ ഒന്ന് താഴോട്ടേക്ക് ഒന്നുകൂടി ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ ലെവലാണ്, രണ്ട് അതിന്റെ താഴെയുള്ള മറ്റൊരു ലെവലുണ്ട്. ഈ ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ഇവിടെയും കൂടിയാണ്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സപ്പോർട്ടിൽ ഇവിടെ 600.665 ആൻഡ് 61.214 ആൻഡ് 62.204 ആൻഡ് 61.575, അതുപോലെ 63.515 ആൻഡ് 62.806. ഇത്രയാണ് സപ്പോർട്ട് ഏരിയ ഉള്ളത്. ഇനി മാർക്കറ്റ് എത്തുമെന്ന് പറഞ്ഞൊരു ലെവലായിരുന്നു ഈ ലെവൽ. ആ ലെവലിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 64.692. അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ മാർക്ക് ചെയ്യാം. 66.940 ആൻഡ് 65.575 ആണ്. അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, 69.830 ആൻഡ് 68.452. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു കൺസോളേഷൻ മോഡിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു കൺസോളേഷനെ ബ്രേക്ക് ചെയ്യണം. അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്കും വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെയും ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഏരിയയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്തൊരു എൻട്രി നമുക്ക് എടുക്കാം, ബൈ എൻട്രി എടുക്കാം. അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലായിരിക്കും. അവിടെ നിന്ന് ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാം. അത് ഒരുപക്ഷെ ഇവിടേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന ഏരിയ, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തരുന്ന ഏരിയയിലേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ ഉള്ളിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടി താഴോട്ടേക്ക് ഒരുപക്ഷെ നല്ലൊരു മൊമെന്റ് താഴോട്ടേക്ക് തരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കാം വീണ്ടും മുകളിലോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് ഇവിടം വരെയാണ്. അതൊക്കെ ഇന്ന് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്, കാരണം എന്ന് വെച്ചാൽ വളരെ ദൂരമാണ് അതെല്ലാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒരു സെലൻട്രി ആണ്. സെലൻട്രി എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേറിയ ആയിരിക്കും, കാരണം നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊക്കെ സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സെലൻട്രി ഉള്ളൂ. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലെവലിൽ വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്നൊരു വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി അത് ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ബൈ ഉണ്ട്. ആ ഒരു ബൈ ലോങ് ടൈമിനൊക്കെ പറ്റിയ നല്ലൊരു ബൈ ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.